നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം ഇന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ആൻഡ് അവരുടെ മെസ്സേജസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അവരെന്താ ചിന്തിക്കുന്നത് ആൻഡ് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ടും മെസ്സേജസ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ നിങ്ങൾ റീഡിങ് കാണുന്ന സമയത്ത്, ഓക്കെ, അതെപ്പോൾ കണ്ടാലും ശരി, ടൈംലെസ് ആണ് റീഡിങ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ലെറ്റ്സ് സീ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പം എന്താണ്. 9 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ക്ലാരിറ്റിയെ വരില്ല എന്ന രീതിക്ക് തോന്നിപ്പോവും. 8 ഓഫ് സോർഡ്സ്. വാവ്, സീരിയസ്ലി. ഒരു ഭാഗത്ത് നിങ്ങളോട് ഒരു ഭാഗത്ത് അവർ ഈഗോ ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ എനിക്ക് ബോട്ടം ഡെക്ക് എനർജി വരുന്നത് അവർ ഈഗോ എന്ന് പറയുന്നില്ല, അവർ എല്ലാം മനസ്സിൽ എല്ലാം അടക്കി വെച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു കൺട്രോൾ വെച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് എന്ത് തോന്നിയാലും ശരി, എന്ത് ഫീൽ ചെയ്താലും ശരി, നമ്മൾ പറയില്ല, ഒന്നും തുറന്ന് പുറത്ത് കാണിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല. ആ രീതിക്കൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം, ഫീലിങ്സ് ഉണ്ടാവാം, പക്ഷെ അതൊന്നും കാണിക്കാതെ എല്ലാം ഉള്ളിലടക്കി ഒരു രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെ, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ആ രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അതാണ് മെയിൻ എനർജി. എൻ്റെ ഇവിടെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷൻസ് നടക്കുന്നുണ്ട്, എന്തോ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ആയിരിക്കാം. ബട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. സോ യെസ്, എവിടെയോ അവർക്കൊരു ടെൻഷൻ ഉണ്ട്, ദറ്റ് അവർ വേണ്ട ഒരു ഈ റിലേഷൻഷിപ്പിൽ വേണ്ട എഫേർട്ട് അവരിട്ടിട്ടില്ല എന്ന രീതിക്കായിരിക്കാം. ഒരു കുറ്റബോധം, അവരുള്ളിൽ ഒരു കുറ്റബോധം ഉണ്ട്, ഒരു ഓവർ തിങ്കിങ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കണക്ഷൻ എന്താണ്, ഏതാണ്, എന്താവും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരൊരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതെന്താവും, ഇതെന്താണ്, അങ്ങനെ ഒരു ചിന്ത അവരുള്ളിൽ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ. ചിലപ്പോൾ കുറച്ചൊക്കെ അത് ഓവർ തിങ്കിങ് ആണ്, വെറുതെ ആണ്. പക്ഷെ എന്താ ചെയ്യുക, അവർ ആ ഒരു അവസ്ഥയിലാണ് പിരിക്കുന്നത്. മേ ബി നിങ്ങൾ ബന്ധത്തിൽ അവരൊരു എഫേർട്ട് ഇട്ടില്ല എന്നൊരു കുറ്റബോധമായിരിക്കാം. ആഗ്രഹമുണ്ട്, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയോ ചില കാര്യങ്ങൾ അവർക്ക് സാധിക്കുന്നില്ല. തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു വിഷമമായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റബോധമായിരിക്കാം. ഓക്കെ, അവർക്കറിയാം അവർ നിങ്ങളോട് ന്യായമായത് ചെയ്തിട്ടില്ല എന്നവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ആയിരിക്കാം ഇവിടെ 3 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന തന്നതായിരിക്കും, അല്ലെങ്കിൽ അഗെയിൻ തേർഡ് പാർട്ടി വരുന്നുണ്ട്. കാരണം ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. സോ അവർ ജഗ്ലിംഗ് എന്ന് കാണുന്നുണ്ട്. അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈവൻ കരിയറിൽ കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്നു, ഫാമിലിക്ക് വേണ്ടി സമയം കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ രീതിക്കായിരിക്കാം. കുറച്ച് പേർക്ക് അഗെയിൻ അവർ വേറെ റിലേഷൻഷിപ്പ് എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, സോ അങ്ങനെയുണ്ടെങ്കിൽ അതുമാണ്. എൻ്റെ ഇവിടെ അഗെയിൻ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 8 ഓഫ് സോർഡ്സ് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അതായത് അവർ തോന്നലാണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് പുറത്ത് വരാൻ വേണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ അവർ സ്വയം ചിന്തിക്കുന്നത് അവർ സ്റ്റക്കാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിക്ക് അവരെ മനസ്സിലുണ്ട്. ആൻഡ് ഇവിടെയും കുട്ടികളുടെ കാര്യം വന്നതുകൊണ്ട് എവിടെയോ ഫാമിലി എന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട്. ആൻഡ് എംപററും നമ്മളൊരു ഹസ്ബൻഡ് എനർജി, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെ എടുത്തോളൂ. ഇന്നിവിടെ എന്താ അറിയില്ല. ഓക്കെ, സോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എനർജി. സോ ഒരു ഫാമിലി ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അച്ഛനമ്മമാരുടെ കാര്യം ടേക്ക് കെയർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പല റെസ്പോൺസിബിലിറ്റീസും അവരുടെ മേലെ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കാം എംപറർ കാണിക്കുന്നത്. സോ എവിടെയോ അതിലൊക്കെ അവർ പെട്ട് നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, എനിക്ക് ഒരുപാട് കടമകളുണ്ട്, ഞാനത് ചെയ്യണം, അതിൽ ഞാൻ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയോ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, നമ്മൾ എന്താ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, സോ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഈ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവരെ മനസ്സിൽ കയറി വരുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുമോ, എങ്ങനെയാ ഒരു വ്യക്തി ഒരു സമാധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? അതുകൊണ്ട് നോക്കാം നമുക്ക്. അവർ ഓവർ തിങ്കിങ്ങിൽ പോകുന്നുണ്ട്. സോ എനിവേ നമുക്ക് ഓക്കെ, നമുക്ക് വേറെ അവരുടെ ഉള്ളിലൊരു ഫീലിങ്സ് ആയിട്ട് എന്താ വരുന്നത്. എന്താണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം ചാടുന്നത്. ഫീലിങ്സ് ആയിട്ട് അവർക്ക് എന്താ തോന്നുന്നത് എന്ന് നോക്കാം. അതായത് നിങ്ങളെ ഓർക്കുമ്പോൾ കുറച്ചൊരു ഇതിവിടെ ഫീലിങ്സ് ആയിട്ട് ഒന്നും കാണാനില്ല, ഇത് മുഴുവൻ ടെൻഷനാണ് കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇതേ സമാധാനം, പ്രിൻസസ് ഓഫ് കപ്സ്. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ്,
ഏസ് ഓഫ് കപ്സ്, ഓ മൈ ഗോഡ്, മജീഷ്യൻ. ഓക്കെ, 6 ഓഫ് സോർഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ്. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് കപ്സ് എനർജി. അവർ ഇരുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ, എംപററിനെ പോലെ, അതായത് ഒരു എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു വളരെ പ്രാക്ടിക്കലായിട്ടൊരു വ്യക്തിയെ പോലെയാണ് ഇരുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷെ അതിവിടെ ആ ഒരു മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന രീതിക്ക് എടുക്കാം. അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഓർക്കുന്നത് വളരെ സ്നേഹത്തോടെയാണ് അവർ ഓർക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു സോഫ്റ്റായി പോവുകയാണ് ശരിക്കും. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ല, ഒരു സോഫ്റ്റ്നെസ് വരുന്ന പോലെയാണ്. കാരണം നിങ്ങളുടെ ഉള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ആണ് ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. അത്രയും ഫീലിങ്സ് ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ദൂരെ ആയിരിക്കാം, ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു പേടി, അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. ഒരു വിഷമത്തിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത്രയും ഫീലിങ്സ് ഉണ്ട് അവരുള്ളിൽ. ഓക്കെ, ആൻഡ് അവർ ആഗ്രഹിക്കുന്ന ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ ഏസ് ഓഫ് കപ്സ് ആൻഡ് മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടരുത്, അവർക്ക് വേണം ലൈഫിൽ എന്ന ഒരു ചിന്ത. ശരിക്കും അവരൊന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എഫേർട്ട് എടുത്തില്ലെങ്കിലും, നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും, അവർ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും, ഓക്കെ, എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ആഗ്രഹം അത്രത്തോളം കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു നമ്മുടെ ചിന്ത തന്നെ, നമ്മൾ പറയില്ല, ആ ഒരു എവിടേക്കാണോ നമ്മളുടെ തോട്ട്സ് പോകുന്നത് അത് മാനിഫെസ്റ്റ് ആയിട്ട് വരും എന്നാണ് പറയുക. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു ആഗ്രഹം, വിഷ് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം, ഫീലിങ്സ്, നിങ്ങളോടുള്ളത് അറ്റാച്ച്മെൻറ്റ് കിടക്കുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് അവർ ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ ശരിക്കും അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം. അങ്ങനെ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം വന്നു, വഴക്ക് വന്നു, മാറി നിൽക്കേണ്ടി വന്നു, വേദനിപ്പിച്ചു, എല്ലാം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർക്കൊരു പീസ്ഫുള്ളായിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ പാസ്റ്റിനെ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച്, അതായത് എന്ത് തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ എല്ലാ ടെൻഷൻസ് എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ടൊരു പീസ്ഫുള്ളായിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ അഗൈൻ സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സന്തോഷം, ഒരു സെലിബ്രേഷൻ പോലെ നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ. ആൻഡ് വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത് ശരിക്കും. ഓക്കെ, പക്ഷേ മേ ബി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണമായിരിക്കാം ആ ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ തേർഡ് പാർട്ടി അവർ ചില സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ അവരെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയൊക്കെ ഓർത്തിട്ട് അവർക്ക് ഒരു ടെൻഷനും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് അണ്ടർ ദ, നമ്മൾ പറയില്ലേ, ആ ഒരു മുഖം മൂടിക്ക് പിന്നിൽ തീർച്ചയായിട്ടും ഫീലിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും അവർക്കുണ്ട്. ഓക്കെ, കുറച്ച് മെസ്സേജസ് കൂടി എടുക്കാം. മെസ്സേജസ് കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ഞാൻ വായിക്കാം. ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിയും. ഓക്കെ, ബ്യൂട്ടിഫുൾ. വെനെവർ ഐ സീ ഫ്ലവേഴ്സ് ഐ തിങ്ക് ഓഫ് യു എന്ന് പറയുന്നുണ്ട്. സോ എവിടെയോ അവർ ഇതും കണ്ടില്ലേ, ഇതൊരു ഫ്ലവറൊക്കെ പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. സോ എവിടെയോ അവർക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. സോ അതുകൊണ്ടാണ് നിങ്ങളെ ഓർക്കാറുണ്ട് അവരും, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫീലിംഗ് അങ്ങനെയായിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ടീച്ചിങ് മീ വാട്ട് റിയൽ ലവ് ഈസ്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരുന്നത് നിങ്ങളാണ്. ഈ ഇമോഷൻസ് ഏസ് ഓഫ് കപ്സിൻ്റെ വന്നത്, ആ ഇമോഷൻസ് അവർക്ക് ആ ഫീലിങ്സ് വരുന്നത്, ഒരു സന്തോഷം, നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇമോഷണലി ഹാപ്പി ആവണം, അല്ലേ? ആ കാര്യം അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടാണ്. സോ നിങ്ങൾ ശരിക്കുമുള്ള ലവ് എന്താണ്, സ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചത് നിങ്ങളാണ് എന്നാണ് പറയുന്നത്. അതിന് താങ്ക് യു പറയുന്നുണ്ട്. യു ആർ മൈ ലക്കി ചാം സിൻസ് ഐ മെറ്റ് യു, മാനിഫെസ്റ്റഡ് ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ആക്ച്വലി മാനിഫെസ്റ്റേഷൻ്റെ കാർഡും ഉണ്ടായിരുന്നു, മജീഷ്യൻ. അവർക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ലൈഫിൽ നിങ്ങൾ വന്ന ശേഷം എന്നാണ് പറയുന്നത്. വലിയ വലിയ അച്ചീവ്മെൻ്റ് ആവണമെന്നില്ല, എന്നാലും അവരുടെ ലൈഫിൽ ഒരു മാറ്റം അവർ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും അവരെ ഒരു ലക്കി ചാമായിട്ട് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ അവരെ കൂടെയുള്ളപ്പോൾ അവർക്ക് പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സംടൈംസ് വെൻ ഐ എം ബിസി ഐ പോസ് ടു തിങ്ക് ഓഫ് യു ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. അവർ എത്ര ടെൻഷനിലാണെങ്കിലും എത്ര സ്ട്രെസ്സിലാണെങ്കിലും എന്തൊക്കെ ജോലികൾ അവർ തിരക്കിലൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഇടയിൽ അവർ ചില സമയത്ത് അവർ പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ആൻഡ് നിങ്ങളെ ഓർക്കും. ആൻഡ് ആ ഓർക്കുന്നതൊക്കെ അവർക്കൊരു ഫ്രഷ് എനർജി കൊണ്ടുവരാറുണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, കാരണം അവർ നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നതായിട്ടാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഓർക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഫീൽ ചെയ്യും. ഐ തോട്ട് ദിസ് വാസ് ജസ്റ്റ് ലസ്റ്റ് ബട്ട് ഐ വാസ് നോട്ട് യൂസ് ടു ലവ് ഫ്ലോയിങ് ത്രൂ മീ ലൈക്ക് ദിസ്. ഏസ് ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൽ അത്രയും സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ആ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെയാണ് അവർ പറഞ്ഞത്. അവർക്ക് തോന്നിയത് ഇത് വെറും ഒരു അട്രാക്ഷൻ ആയിരുന്നു എന്ന രീതിക്കാണ്. ബട്ട് അത് അട്രാക്ഷൻ അല്ല, അതിനേക്കാൾ കൂടുതൽ ഇത്രയും സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് തന്നെ ഇപ്പോഴാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. വേറെ എന്താ വേണ്ടത്? ഓക്കെ, യെസ്. ആൻഡ് ഏസ് ഓഫ് കപ്സ് പറയുന്നത് അത് തന്നെയാണ്, ഐ ലവ് യു എന്നുള്ളൊരു ഓഫർ തന്നെയാണ്. ഐ ലവ് ദാറ്റ് ഐ ക്യാൻ ബി മൈസെൽഫ്
അറൗണ്ട് യു. സോ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർക്ക് അവരായിട്ട് തന്നെ തുടരാൻ സാധിക്കുന്നുണ്ട്. അവരെ ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിലും ശരി, എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ശരി, എല്ലാവരെയും മുമ്പിൽ നമ്മൾ നമ്മളുടെ എല്ലാം കാണിക്കില്ല അല്ലേ. പക്ഷെ നിങ്ങളുടെ അടുത്ത് അവർക്ക് അവരായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവർക്കത് അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മളായിട്ട് ഇരിക്കാൻ ഒരിടം എന്ന് പറയുമല്ലോ. ഐ എം ഇൻ ലവ് വിത്ത് യു, 2 കാർഡും ഐ ലവ് യു, ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്. എടുത്തെടുത്ത് പറയുന്നുണ്ട് യെസ് ഐ ആം ഇൻ ലവ് വിത്ത് യു. എന്ത് സാഹചര്യം കൊണ്ട് യെസ് എനിക്ക് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്, അവോയ്ഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ആ സന്തോഷം, എൻ്റെ ഫീലിങ്സ്, അത് എൻ്റെ സ്നേഹം അത് നിനക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ്. നമ്മുടെ ഒരുപാട് നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.